ഹലോ മൈ ഡിയേഴ്സ്, ഞാൻ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മുൻപിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഇടത് കൈയുടെ നടുവിരലിനെ നമ്മൾ പരമ്പരാഗതമായി പഴയ കാലത്ത് ആഹായ വിരൽ എന്നൊക്കെയാണ് പറയുക. ആ വിരലിൽ എഴുതി കിടക്കേണ്ട ഒരു മാജിക്കൽ കോഡ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു മണി അട്രാക്ഷൻ കോഡാണത്. ആ കോഡ് നമ്മളുടെ ആ വിരലിൽ എഴുതുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ നല്ല അനുഗ്രഹങ്ങളുടെയോ എന്ത് ബ്ലോക്കേജ് ഉണ്ടെങ്കിലും അത് മാറി നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും സമ്പത്തും നല്ല നല്ല കാര്യങ്ങളും ജീവിത വിജയങ്ങളും എല്ലാം വരുന്നതിന് വേണ്ടിയാണ് ഈ കോഡ്. വെറും 3 ലെറ്റർ വരുന്ന ഒരു കോഡാണ്, 3 അക്കങ്ങൾ വരുന്ന ഒരു കോഡാണ്. ഈ ഒരു കോഡ് എഴുതുന്നതിലൂടെ ഡയറക്റ്റ് ഇതിൽ നിന്നുള്ള വൈബ്രേഷൻ, അതായത് നമ്മുടെ വിരലുകളിൽ ഏറ്റവും നീളമേറിയ വിരലാണ് ഈ ആഹായ വിരൽ അഥവാ മധ്യവിരൽ എന്ന് പറയുന്നത്. ആ വിരലിൻ്റെ തുമ്പിലൂടെ ഡയറക്റ്റ് യൂണിവേഴ്സുമായി അലൈൻ ആവുമെന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ബ്ലോക്കേജുകൾ, അതെല്ലാം മാറി നിങ്ങളിലേക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഈ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് നടക്കുമെന്ന് ഉറപ്പുള്ളവർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ 777 എന്ന് എഴുതുക. ഈ ഒരു അത്ഭുത മാന്ത്രിക കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 897 897 897. ഇതാണ് ആ അത്ഭുത കോഡ് വരുന്നത്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള, നമ്മളിലേക്ക് ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കുന്നതിനുള്ള ഒരു കോഡാണ്. ഈ ഒരു കോഡിന് ഓരോ നമ്പറുകൾക്കും അതിൻ്റേതായ ഒരു അർത്ഥമുണ്ട്. 8 വരുന്ന ഒരു അർത്ഥം വെൽത്ത്, പവർ, ഇൻഫിനൈറ്റ് ഫ്ലോ. ഇതാണ് സമ്പത്തിൻ്റെയും ശക്തിയുടെയും അനന്തമായിട്ടുള്ള നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ ഒഴുകുന്നതിൻ്റെയും നമ്പറാണ് 8. 9 എന്ന് പറയുന്നത് കംപ്ലീഷൻ, റിലീസ് ഓർ ബ്ലോക്സ്. നമ്മളിലേക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അകറ്റി നമുക്ക് ഫുൾഫിൽമെൻറ്റ് കിട്ടുന്ന ഒരു നമ്പറാണ് ഈ 9 എന്ന് പറയുന്ന നമ്പർ. 7 എന്ന് പറയുന്നത് ഡിവൈൻ ലക്ക് ആൻഡ് സ്പിരിച്വൽ ഗൈഡ്ലൈൻസ്. നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നമുക്ക് ദൈവീകമായിട്ടുള്ള വഴി കാട്ടുന്നതുമാണ് ആ നമ്പർ. അപ്പോൾ ഈ ഒരു 3 നമ്പറും കൂടി ചേരുമ്പോൾ അത് അത്രത്തോളം ഡിവൈൻ കോഡായി മാറുകയാണ് 897 എന്നുള്ളത്. ഇത് എല്ലാവരും ഇന്ന് തന്നെ പച്ചമഷിയിൽ മഷി പേന കൊണ്ടോ സ്കെച്ച് കൊണ്ടോ മാർക്കർ കൊണ്ടോ എഴുതി നിങ്ങൾക്ക് എടുക്കുക. ഇത് എഴുതേണ്ട വിധം ഞാൻ ഇതിൽ പിക്ചർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അത് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു ഓൾ.